ലോ അപ്പം ഇതെവിടെയാണ് പോകുന്നത് വെച്ചാൽ ധർമ്മശാലയ്ക്ക് ഹാപ്പിനെസ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നീച്ചു അന്നെങ്കിൽ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയോടെ തന്നെ പരിപാടീൻ്റെ അടുത്ത് കയറി. അപ്പോൾ അവിടെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഫാഷൻ ഷോയും കണ്ടിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ എക്സിബിഷനിൽ കയറി. അങ്ങനെ ആടെ കയറി ഇങ്ങനെ എല്ലാം കണ്ടിങ്ങനെ നടക്കുമെന്ന്. നീച്ചു ആണെങ്കിൽ വലിയ അലമ്പൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാം ഓരോന്നെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുവാന്ന്. നീച്ചിനെ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാൻ നോക്കി. പക്ഷെ അവിടെ നിന്നിട്ട് എടുക്കാനേ ഉണ്ടായിട്ടില്ല. അങ്ങനെ അതെല്ലാം കണ്ട് നടന്ന് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഇതിലോ കാണാനുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് നടന്ന് വയ്യ ഗെയിംസിൻ്റെ കയ്യിൽ പിന്നെ ഒരു അത്തർ വാങ്ങിയിട്ടുണ്ടായിന് വണ്ടിയിൽ തൂക്കാനുണ്ട ഇതും. പിന്നെ അങ്ങനെ എല്ലാം വാങ്ങി ഗെയിംസിലെത്തി. അപ്പം അതിൽ നിന്ന് കിട്ടിയതാന്ന് ചിൻ്റെ ചേട്ടൻ കളിച്ചിട്ട് കിട്ടിയതാ ഇത്. പിന്നെ നമ്മൾ ഇതിൽ നീച്ചുവിനെ കയറ്റിയിട്ടുണ്ടായിന്. ആദ്യം 2-3-4 റൗണ്ടെല്ലാം കറങ്ങി. പിന്നെ ഓളെ അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഓളെ ഇറക്കി. പിന്നെ അതിന് ശേഷം പിന്നെയും ചിൻ്റെ ചേട്ടൻ മറ്റേ ബലൂൺ പൊട്ടിക്കുന്നതിലേക്ക് ഇത് പൊട്ടിച്ചിട്ടുണ്ടായി. അതിൽ നിന്ന് ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം കിട്ടി. 2 സാധനം കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ രണ്ടാമതും കയറിന് അതിലൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ആകാശത്തൊട്ടിൽ കയറണമെന്നുണ്ടായിരുന്നു. അതിൽ കയറിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ വണ്ടിയിലാണ് കയറിയിട്ടുണ്ടായേ. ഞാൻ വിചാരിച്ച് നീച്ചു കരഞ്ഞ് കുഴപ്പമാക്കുന്നു. നീച്ചുവിന് ഒരു സീനും ഉണ്ടായിട്ടില്ല. ഒക്കെ നല്ല ഇഷ്ടമുണ്ടായിന് അതിൽ കയറുമ്പോൾ. ഞാൻ ചൂട് കരിയായാലും വണ്ടിയിലും വിടാൻ തുടങ്ങുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അവൾക്ക്. അങ്ങനെ നമ്മൾ അതിലെല്ലാം കയറി. പിന്നെയും കുറേ സമയം അതിലേക്കടെ നടന്ന് കളിച്ച് ടൈം പോയതേ അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ആടെല്ലാം നടന്ന് പിന്നെ അമ്മ വിചാരിച്ചു എന്തെങ്കിലും കുടിക്കുക. അപ്പം നമ്മൾ കുലുക്കി സർബത്ത് കുടിച്ച്. അപ്പോൾ ഒന്നേ വാങ്ങിയിട്ടുണ്ടായില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് പിടിക്കോ ഇല്ലയോ ഇഷ്ടപ്പെടുകയോ അറിയില്ലോ വെച്ച് ഞാൻ പറഞ്ഞു ഒന്ന് വാങ്ങിയാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ 3 ആളും ഒന്ന് ഷെയറാക്കി കുടിക്കുക ചെയ്തേ. പിന്നെ അങ്ങനെ അതെല്ലാം കുടിച്ച് നീച്ചുവിനോട് ഉമ്മൻ തരും ചോദിക്കും. അപ്പം നീച്ചു ഉമ്മൻ കൊടുക്കുന്നതാണ് ഇത് കാണുന്നത്. നമ്മളതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഒരിക്കലും കൂടെ പരിപാടീൻ്റെ അടുക്ക പോയിട്ടുണ്ടായിന്. അപ്പം ആടെ പോയിട്ട് വലിയ ഇതുണ്ടായിട്ടില്ല. നമ്മൾ ഏകദേശം 11 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് നേരെ വീട്ടിലേക്ക് വരാൻ. അങ്ങനെ നമ്മൾ പോകുന്ന വഴി പിന്നെ ഹൈഡ്രജൻ വാങ്ങിയിട്ടുണ്ടായിന്. ഹൈഡ്രജൻ കണ്ടിട്ട് പിന്നെ ഒരു പാനിപ്പൂരിയും മസാലപ്പൂരിയും വാങ്ങി കഴിച്ചു. പക്ഷെ എനിക്ക് മസാലപ്പൂരി അങ്ങനെ വലിയ ഇഷ്ടമായിട്ടില്ല. പിന്നെ നമ്മൾ നീച്ചുവിന് ഒരു പത്തലാന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിന്. അവളൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ നീച്ചുവിന് പത്തലും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.